നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. മുഖാമുഖത്തിൽ ഇന്ന് എനിക്കൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് സൈബർ ഓപ്പറേഷൻസ് മുൻ SP ES ബിജുമോനാണ്. സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. ഈ നിതിൻ രാജിൻ്റെ മരണത്തോടുകൂടി ലോൺ ആപ്പുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വീണ്ടും സജീവ ചർച്ചയിലേക്ക് വരികയാണ്. എന്താണ് ഈ ലോൺ ആപ്പ്? ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ആമുഖമായി പറഞ്ഞുകൂടെ. നമ്മളിപ്പോൾ എല്ലാവരും ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. ഏതിനും എല്ലാത്തും നമ്മൾ ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുന്നു. ബാങ്കിങ് സേവന മേഖലകളെല്ലാം തന്നെ ഡിജിറ്റലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ലോൺ ആപ്പ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം ചർച്ച വരുന്നതിന് മുൻപ് ഒരു 4-5 വർഷം മുമ്പ് തന്നെ ഈ കോവിഡ് കഴിഞ്ഞപ്പം ഒരിക്കൽ കൂടി ഒരു തവണ ചർച്ചയായി തീർന്നതാണ്. കാരണം ഇത് വളരെ പെട്ടെന്ന് മൊബൈൽ ഫോണുകളിൽ തന്നെ നമ്മുടെ ഏതെങ്കിലും ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ആ ആപ്പ് നമുക്ക് തരുന്ന സർവീസ് ഒരു ഇൻസ്റ്റൻറ്റ് ലോൺ എന്നുള്ള നിലയിലാണ് ഈ ലോൺ ആപ്പുകൾ പ്രവർത്തിക്കുന്നത്. ആ ഇൻസ്റ്റൻറ്റ് ലോണുകൾ 2 ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളുണ്ട്. ഒന്ന്, ഇത് RBIയുടെ ഗൈഡ് ലൈൻസ് അംഗീകരിക്കുന്ന NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്ക് അല്ലെങ്കിൽ NBFC നൽകുന്ന ലോൺ ഫെസിലിറ്റി നൽകുന്ന ആപ്പുകൾ. അതെന്ന് പറയുന്നത് ശരിക്കും ജെന്യൂനാണ്, റിയലായിട്ടുള്ളതാണ്. അപ്പം അതുകൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നൽകാമെന്ന് പറയുന്ന തരത്തിലുള്ള മറ്റു തരത്തിലുള്ള ആപ്ലിക്കേഷനുകളുണ്ട്. അത് നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും വിനയായി വരുന്നത് ഇത്തരം ആപ്ലിക്കേഷനുകളാണ്. ആ ആപ്പുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റും വേണ്ട. നിങ്ങളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങളുടെ ഫോൺ കോൺടാക്റ്റ് ലിസ്റ്റ് എടുത്ത് അവർ ഫോണിൻ്റെ ഫോൺ നമ്പറും അതിൽ ആധാർ ഉണ്ടെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ശേഷം മറ്റൊരു ഡോക്യുമെൻറ്റും കൊടുക്കാതെ തന്നെ ചെറിയ എമൗണ്ട് ആയിരിക്കും പറയുന്നത്. 5000 മുതൽ 10000 വരെയോ 10000 മുതൽ 20000 വരെയുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. ഇതും പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നാണ് പലപ്പോഴും ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത്. കൂടാതെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. വാട്സപ്പ് മറ്റു പ്ലാറ്റ്ഫോം വഴിയൊക്കെ ഷെയർ ചെയ്യപ്പെട്ടും വരുന്നുണ്ട്. ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറി ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പുകൾ എന്ന് പറയുന്നത് ഒന്നും ഒരു രജിസ്റ്റേർഡ് സ്ഥാപനമായിരിക്കത്തില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുകയോ RBIയുടെ രജിസ്റ്റർപ്പെട്ട അവർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ പെടാതെ ആളുകളെ പെട്ടെന്ന്, കാരണം ഇതൊരു അട്രാക്റ്റീവ് പരസ്യമായിട്ടായിരിക്കും വരുന്നത്. പെട്ടെന്ന് ഒരാൾക്ക് ചെറിയൊരു ആവശ്യമുണ്ട്, അപ്പോഴാണ് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പ് നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻറ്റും വേണ്ട. പഠിക്കുന്ന വിദ്യാർത്ഥികൾ, യാത്ര ചെയ്യുന്നവർ, തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവർ, വീട്ടമ്മമാർ, ഇവരൊക്കെയാണ് പലപ്പോഴും ഇത്തരത്തിൽ ചെന്ന് വിടുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ആപ്പും ഒരു പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ഇൻസ്റ്റാൾ ചെയ്യുമ്പം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, അതിലൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ എഗ്രി ചെയ്യാറുണ്ട്. ഒരു ആപ്പ് ഇൻസ്റ്റാൾ നമ്മളൊരു അത് സാധാരണയായിട്ട് അതിനകത്തൊരു ചെക്ക് ബോക്സ് അല്ലെങ്കിൽ ഒരു റേഡിയോ ബട്ടൺ ആയിരിക്കും ഉള്ളത്. ആ ചെക്ക് ബോക്സിൽ ഐ എഗ്രി എന്ന് കൊടുക്കും, അല്ലെങ്കിൽ റേഡിയോ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യും. പക്ഷേ ഇതിൽ നമ്മൾ ആരും തന്നെ ഈ കണ്ടീഷൻ, ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ച് നോക്കാറില്ല. അത് പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ്. ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കും. പക്ഷേ ഇതിനകത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ പെർമിഷൻ എടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മളിങ്ങനെയുള്ള ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റ്, ക്യാമറ, ലൊക്കേഷൻ, അതുപോലെ തന്നെ ഗാലറി ഡീറ്റെയിൽസ്, ഗാലറിയിലുള്ള ഫോട്ടോ, വീഡിയോസ് എന്ന് വേണ്ട നമ്മളുടെ ഫോണിൻ്റെ ഏതാണ്ട് ഒരു ഫുൾ കൺട്രോൾ കിട്ടുന്ന രീതിയിലുള്ള പെർമിഷൻ അവർ ഡിഫോൾട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പുകാരൻ വളരെ തിരക്കിലായിരിക്കും എടുക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് പോയി ടേംസ് ആൻഡ് കണ്ടീഷൻ വായിക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല. ഐ എഗ്രി കൊടുക്കുമ്പം ഈ കണ്ടീഷൻസ് എല്ലാം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പ്രീ കണ്ടീഷനായിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ കൊടുത്തു കഴിയുമ്പം ഈ 7 days ഒക്കെ ആയിരിക്കും ഇവർ തരുന്ന ടൈം എന്ന് പറയുന്നത്. ഈ 7 daysനുള്ളിൽ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പറയാൻ പോകുന്നത് ഒരു 6th days മുതൽ കോൾ വരും. 7th day കൊടുത്തില്ലെങ്കിൽ ആദ്യം അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് റീപേ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വേറെ 2 ലോൺ കൂടെ തരാമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്തത് 5000 ആണെങ്കിൽ അയാൾക്ക് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ 4000 ആയിരിക്കും. കാരണം 1000 രൂപ ഒരു പ്രോസസ്സിംഗ് ഫീ പറയും. തിരിച്ചടയ്ക്കേണ്ടത് 5500 ആയിരിക്കും, കാരണം 500 രൂപ പലിശ കൂടി ചേർത്ത്. അപ്പോൾ ഇയാൾക്ക് 5000 വീണ്ടും എടുത്താൽ 5500 അടയ്ക്കാൻ പറ്റത്തില്ല, കാരണം 4000 കിട്ടിയിട്ടുണ്ടാകുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? 10000 കൊടുക്കും. അപ്പോൾ 10000 കൊടുക്കുമ്പോൾ ഒരു 4000 8000 കിട്ടും. ഈ 8000 അടയ്ക്കുമ്പോഴത്തേക്കും ഇതിൽ 5500 അടച്ചിട്ട് ബാക്കി ഇടയ്ക്കാണുള്ളൂ. അടുത്ത തവണ ഒരു 3 തവണ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇയാൾ വലിയൊരു എമൗണ്ടിലേക്ക് പോകും. പിന്നെ ഇത് ഡിഫോൾട്ട് ആകുമ്പോഴത്തേക്കുമാണ് ഈ പറഞ്ഞ തരത്തിൽ കോൺടാക്റ്റ് ലിസ്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നു, ഗാലറിയിലുള്ള കോൺടാക്ട്സ് എടുക്കുന്നു, ഫോട്ടോസ് എടുത്തതിന് ശേഷം ആ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നു. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ മോർഫ് ചെയ്ത് മോശപ്പെട്ട രീതിയിൽ ബോഡി ഷെയ്മിങ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ സെക്ഷൽ ഹരാസ്മെൻറ്റ്, സെക്സോർഷൻ പോലെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക. മറ്റേ ആണുങ്ങളുടെ ആണെങ്കിൽ കോൺടാക്റ്റ് ലിസ്റ്റ് എടുത്തിട്ട് ഇയാളൊരു ചീറ്ററാണ്, ഇയാളുടെ ഈ മെസ്സേജ് ചെയ്യുക, ഫോൺ നമ്പറിൽ ഇയാൾ നാട്ടുകാരിൽ പൈസ പറ്റിക്കുന്ന ആളാണ് തുടങ്ങിയിട്ടുള്ള മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ ഷെയിം ചെയ്യുക, ത്രട്ടൺ ചെയ്യുക. ഇവർക്ക് പഴയ കാലത്തെ CC പിടുത്തക്കാരെന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഇവർക്ക് കോളിംഗ് ആളുകളുമുണ്ട്. ആ കോളിംഗ് ആളുകൾ വിളിച്ചിട്ട് ഈ പൈസ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തുക, കോൺടാക്ട് ലിസ്റ്റിലുള്ള മറ്റാളുകളെ ഫാമിലിയെ വിളിച്ച് ത്രട്ടൺ ചെയ്യുക, അത്തരത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ലോൺ ആപ്പുകളുടെ ഒരു ഇത് മനസ്സിലാക്കേണ്ടത്
യഥാർത്ഥത്തിൽ അവർ അപ്രൂവ്ഡ് ആയിട്ടാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാതെ എടുത്തു പോകുമ്പോഴാണ് നമ്മൾ ഈ അപകടത്തിൽ ചെന്ന് ചാടുന്നത്. ഈ ലോൺ ആപ്പുകളിൽ തന്നെ വ്യാജമായിട്ടുള്ള ആപ്പുകളുണ്ടോ? കാരണം നമുക്ക് ഇത്ര രൂപ വരെ അതിൽ നിന്ന് ലോൺ എടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിബന്ധനയൊക്കെ തന്നെയും കൃത്യമായി വെച്ചുകൊണ്ടാണോ അവർ ആളുകളെ സമീപിക്കുകയൊക്കെ ചെയ്യുന്നത്? അതെ, ഈ ലോൺ ആപ്പുകൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് തരത്തിലുള്ളതാണ് ഉള്ളത്. ഒന്ന് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ലോൺ ആപ്പുകളുണ്ട്. കാരണം ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ഉപയോഗത്തിൽ. ഇപ്പം തന്നെ ഉദാഹരണത്തിന് എസ് ബി ഐക്ക് അവരുടെ യോനോ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ യോനോ ആപ്പ് ഞാനൊരു ബാങ്കിനെയും പ്രൊമോട്ട് ചെയ്യില്ല, പക്ഷേ എസ് ബി ഐയുടെ യോനോ എന്ന് പറഞ്ഞത് അവരുടെ ഒരു ലെജിറ്റിമേറ്റ് ആപ്പാണ്. ആ യോനോയിൽ തന്നെ കുറേ ആളുകൾക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻറ്റ് ലോണിനൊക്കെ അപേക്ഷിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. കാരണം ഓൾറെഡി അപ്രൂവ്ഡ് നമ്മുടെ KYC ഒക്കെ അവിടെ ഉണ്ട്. HDFC, ICICI ഇവർക്കൊക്കെ തന്നെ ഈ ഡിജിറ്റൽ ആപ്പ് വഴിയുള്ള ഓൺലൈൻ വഴി തന്നെ ബാങ്കിൽ പോകാതെ ലോൺ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ബാങ്കിങ് സംവിധാനമാണ്, രജിസ്റ്റേർഡാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം പല നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഉണ്ട്. ഇവിടെ ഇപ്പം നാട്ടിലൊക്കെ പലതരത്തിലുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള നോൺ ബാങ്കിങ് കമ്പനി ഉണ്ട്, ലെൻഡ് ചെയ്തിരിക്കുന്ന. ഇപ്പോൾ മുത്തൂറ്റ് ഫിനാൻസേഴ്സിനോ അല്ലെങ്കിൽ പോപ്പുലർ ഫിനാൻസേഴ്സിനോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ളവരുണ്ട്. രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് തട്ടിപ്പ് ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. പക്ഷേ അവരൊക്കെ ഒരു ഓഫീസ് ഉണ്ടാവും, നമുക്ക് അവരെ കണ്ടുപിടിക്കാനോ ഒരു പരാതി കൊടുക്കാനോ ഉള്ള ഒരു അഡ്രസ്സെങ്കിലും ഉണ്ടാവും. ഈ മറ്റുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലോൺ ആപ്പുകളായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് വരുന്നത് പലതിനും ഒരു രജിസ്റ്റേർഡ് കമ്പനി ഇന്ത്യയിൽ ഉണ്ടാവത്തില്ല. ഇതിൽ പലതും മുമ്പുണ്ടായിരുന്നത് പലതും ചൈനീസ് ആപ്പുകളായിരുന്നു. നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു ആപ്ലിക്കേഷൻ മാത്രം വെച്ച് ലോൺ കൊടുക്കാൻ പറ്റില്ല. ആപ്പെന്ന് പറഞ്ഞ ഒരു മീഡിയേറ്ററാണ്. ആപ്പിന് പുറകിൽ ഒരു NBFC രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ കമ്പനി വേണം, അല്ലെങ്കിൽ ഒരു ബാങ്ക് വേണം. അപ്പോൾ അതില്ലാതെയാണ് ഇവർ ബാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് RBI 2022 എങ്ങനെ ഡിജിറ്റൽ ലോണുകൾ കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. RBIയുടെ വെബ്സൈറ്റിൽ തന്നെ അവരുടെ NBFCയുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പരിശോധിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഈ 5,000 വരെ കൊടുക്കുകയുള്ളൂ, 10,000 വരെ കൊടുക്കുകയുള്ളൂ തുടങ്ങിയിട്ടുള്ള പറയുന്ന ആപ്പുകളുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഞാൻ പറഞ്ഞ തുടക്കത്തിലെ ആദ്യമേ പറയുന്നതാണ്, ഇത് ജെന്യുവൻ രജിസ്റ്റേർഡ് ആപ്പാണോ, ഇന്ത്യയിൽ അവർക്കൊരു ഓഫീസുണ്ടോ, ഒരു ഗ്രീവൻസ് ഓഫീസറുണ്ടോ, കുറേ കണ്ടീഷനുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ഓഫീസ് ഉണ്ടെങ്കിൽ ഇവർക്കൊരു ഗ്രീവൻസ് ഓഫീസറെ വെക്കണം. അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് കൃത്യമായിട്ട് ലോൺ എടുക്കുന്ന ആൾക്ക് കണ്ടീഷൻസ് ഉണ്ട്. അതായത് അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത്, ഈ ഹിഡൻ ചാർജസ് ഒരിക്കലും പാടില്ല. ഇപ്പം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് പലിശ അടച്ചില്ലെങ്കിൽ എത്രയാണ് പെനാൽറ്റി, അതുപോലെ പ്രോസസ്സിംഗ് ചാർജ് എത്രയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് ഈ ഫാക്ട്സ് വെളിപ്പെടുത്തി വേണം ലോൺ കൊടുക്കാൻ. മാത്രമല്ല ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് ചെല്ലാവുള്ളൂ. ഇടയ്ക്കൊരു തേർഡ് പാർട്ടി അക്കൗണ്ടിലും പോകാൻ പാടില്ല, വാലറ്റുകളിലൊന്നും ഇടാനും പാടില്ല. ഇങ്ങനെ കൃത്യത നിയമമുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കിയതാണ് പലപ്പോഴും. സാർ, ഈ യുവാക്കളെ പോലെ തന്നെ മുതിർന്നവരും അത്യാധുനിക ജീവിത സാഹചര്യങ്ങളിലൊക്കെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇത്തരം ചതിക്കുഴികളിൽ വീണ് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറാൻ ഇവർക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവരെ മനഃപൂർവ്വം അതിൽ കൊടുക്കുന്നതാണോ? തീർച്ചയായിട്ടും അതിനകത്ത് നമ്മളൊരു ട്രാക്കിൽ പെടുകയാണ് ഇത് ശരിക്കും. കാരണം ചെറിയ ഒരു അത്യാവശ്യത്തിന് ഇപ്പം വീട്ടിൽ പുറത്ത് പഠിക്കാൻ പോയ കുട്ടി ആ വീട്ടിൽ ചോദിക്കാതെ കുറച്ച് പൈസ ചിലപ്പോൾ ഒരു അത്യാവശ്യം വന്നതായിരിക്കാം, കൂട്ടുകാർക്കോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നപ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എമർജൻസി ആയിട്ട് ഒരാൾ ആരെങ്കിലും പറയുന്നു ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്, ചിലപ്പോൾ വാട്സപ്പിൽ. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ, നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ AI ആണ്, പലരും ChatGPTയും അതുപോലെ ജെമിനിയും അതുപോലെ എല്ലാം നമ്മളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്മാർട്ട് ഫോൺ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ വെറുതെ ഇരുന്നിട്ട് ഇപ്പോൾ ലോണിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിൽ ആഡ് വരുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ലോൺ വേണമെന്ന് ചോദ്യങ്ങൾ വരും, ഇങ്ങോട്ട് നമ്മളോട് തന്നെ വരും. അപ്പോൾ ഇവർ ഫ്രണ്ട്സ് തമ്മിൽ നമ്മൾ ചിലപ്പം ഫ്രണ്ട്സ് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഫോണിൽ സംസാരിക്കുമ്പോഴോ ആയിരിക്കും ചിലപ്പോൾ പറയുന്നത് നമുക്കൊരു ലോണിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയുന്നതായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു ആഡ് കാണുകയാണ്, നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ലോൺ വേണോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്യൂരിയോസിറ്റി, നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണെങ്കിൽ ഒരു പരസ്യം വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കും. ഇപ്പം മുടിയില്ലാത്തവരോട് പറയാം നിങ്ങൾക്ക് മുടി വളരുമെന്ന് പറഞ്ഞാൽ ഒരു പരസ്യം കണ്ടാൽ ചാടി വീഴും എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഒരു ലോൺ ആപ്പിൻ്റെ ഒരു പരസ്യം വരുന്നു, അത് കാണുന്നു, അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നിരന്തരം ഇത്തരം മറ്റ് ഇതിൻ്റെ സിമിലർ ആപ്പുകൾ വരും. അപ്പോൾ ഒരെണ്ണത്തിൽ എന്നാൽ ശരി എന്നാൽ പെട്ടെന്ന് പൈസ കിട്ടും, വേറെ ഒന്നും വേണ്ട, അവർ പറയുന്നു ഉടനെ കൊടുത്തു. ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നു 5,000 എടുക്കുന്നു, 5,000 ഒരു മാസം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അത് 10,000 എടുക്കേണ്ടി വരും. മൂന്നാമത്തെ ആഴ്ച ആകുമ്പോൾ 20,000 എടുക്കേണ്ടി വരും റീപേ ചെയ്യാൻ. 4ാമത്തെ ആഴ്ച 40,000 ആകും. അപ്പോൾ ഒരു മാസം കൊണ്ട് ഇത് ഒരു 1,00,000 വരെ എത്തും. 5ാമത്തെ മാസം ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഇത് ഒരു 1 lakhൻ്റെ മുകളിൽ 1,60,000 അങ്ങനെ ലെവലിലേക്ക് വരും. ഒരു 2 മാസം ഇയാൾ ഇങ്ങനെ തന്നെ അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇയാളുടെ കയ്യിൽ നിന്ന് 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും മുകളിലാവും. അപ്പോൾ ഒരു വരുമാനവും 5,000 ഇല്ലാത്ത ആളാണ് ഈ ലോൺ എടുക്കാൻ പോയെന്ന് ആലോചിക്കണം. സ്വാഭാവികമായിട്ടും അയാൾക്ക് ഒരിക്കലും 2 ലക്ഷം രൂപ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർ ചെയ്യുന്നത് ഇതേ കമ്പനികൾ മാറി വേറെ കമ്പനിയുടെ ഓഫർ വരും. അപ്പം പലരും മറ്റ് കമ്പനികളിലേക്ക് മാറും. കാരണം ഇവരറിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറൊരു കമ്പനിയുടെ ലോൺ ആപ്പ് എടുക്കും. മിക്കവാറും ഇത് ഓരോ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ടീമായിരിക്കും ചെയ്യുന്നത്. അവർ തന്നെ
അങ്ങനെ മൾട്ടിപ്പിൾ കമ്പനി നോക്കി എടുത്തു കഴിയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ട്രാപ്പിലായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പൈസ കൊടുക്കാൻ മാർഗ്ഗമില്ലാതെ വരുന്നു. പിന്നെ അത് മാത്രമല്ല അവിടെ കൊണ്ട് നിൽക്കുന്നില്ല, ഈ ഭീഷണി നേരത്തെ പറഞ്ഞത് ഭയങ്കര ഭീഷണിയാണിത്. കാരണം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ മിക്കവാറും ആളുകൾക്കെല്ലാം ഒരു മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ടാവും. ഇൻസ്റ്റ ഉണ്ടാവും, എക്സ് ഉണ്ടാവും, FB ഉണ്ടാവും, അങ്ങനെ യൂട്യൂബൊക്കെ നോക്കുക. അപ്പം ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലെല്ലാം ഇവരെ മോശപ്പെട്ട് മെസ്സേജ് അയക്കുക, ഇവർ ബോഡി ഷെയിം ചെയ്യുക, മോർഫ് ചെയ്തതോ അല്ലെങ്കിൽ AI വെച്ച് ക്രിയേറ്റ് ചെയ്തതായിട്ടുള്ള സെക്ഷൽ ഹരാസ്മെൻ്റ് ആയിട്ടുള്ള വീഡിയോ അയക്കുക. അപ്പം വീട്ടമ്മമാരെയൊക്കെ വിളിച്ച് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുക, ഇവരുടെ വീഡിയോ എടുത്ത് പുറത്തുകൂടെ കൊടുക്കുക. കൂടുതൽ ഈ ചതിക്കുഴികളിൽ ഇങ്ങനെ വീണ് പോകുന്നത് വീട്ടമ്മമാരും കുട്ടികളും യുവാക്കളുമാണ് കൂടുതലും വരുന്നത്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഇത്തരം ആപ്പിലേക്ക് പെട്ടെന്ന് ചെന്ന് ആവശ്യത്തിന് വേണ്ടി വരുന്നത്. അവർ പലരും ചിലപ്പം ഒരു എമർജൻസി സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഇത്തരത്തിൽ വീണ്ടുപോകുന്നത്. ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഭീഷണികൾ വന്നു കഴിഞ്ഞാൽ ആ ആളുകൾ എന്താണ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരിക്കലും നമ്മൾ ബോധവൽക്കരണം എന്ന് പറഞ്ഞതിനകത്ത് പ്രധാന കാരണം ഒന്നാമത് പ്രധാനമായിട്ട് വായിക്കുന്നത് നമ്മൾ ഒരു ആപ്പ് സ്റ്റോറിൽ പോയി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ആ ആപ്പ് എന്തൊക്കെയാണ് നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെർമിഷൻ എടുക്കുന്നുണ്ടെന്ന് നോക്കണം. അപ്പോൾ നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് നോക്കണം. നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് ആ നിരന്തരം ഉപയോഗിക്കുന്ന ചില അതിൽ തന്നെ ഓരോ ആപ്പും ഏതൊക്കെ പെർമിഷനാണ് എടുക്കുന്നതെന്ന് നോക്കുക. അതിന് ആവശ്യമുള്ള പെർമിഷനുകളാണെങ്കിൽ കൂടെ ഇപ്പം ഉദാഹരണത്തിന് ലൊക്കേഷൻ വേണ്ട പെർമിഷൻ, ഇപ്പം നമുക്കിപ്പോൾ ഒരു ഊബറിൻ്റെ അല്ലെങ്കിൽ ഒലായുടെയോ ഒക്കെയുള്ള ഒരു ഇതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പെർമിഷൻ അവർക്ക് ലൊക്കേഷൻ വേണ്ടി വരും. അതേസമയം നമ്മളൊരു വെറുതെ ഒരു സാധാരണ നമുക്ക് മറ്റൊരു ഇതുമായിട്ട് ബന്ധമില്ലാത്ത യാത്രയായിട്ട് ബന്ധമില്ലാത്ത ഒരു ആപ്ലിക്കേഷൻ എന്തിനാണ് നമ്മുടെ ലൊക്കേഷൻ ആവശ്യമില്ല, നമ്മുടെ കോൺടാക്റ്റ് ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള പെർമിഷനുകളൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് ശ്രദ്ധിക്കണം. അപ്പം ഈ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ലോൺ ആപ്പുകൾ നമ്മുടെ കോൺടാക്റ്റും നമ്മുടെ ഗാലറിയും നമ്മുടെ ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ അനുവാദം ഇല്ലാതെ എടുക്കാനായിട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹാക്ക് ചെയ്യുന്നത് മാത്രമല്ല അവർ വിത്ത് പെർമിഷനിലായി എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ പെർമിഷനോടെ എടുക്കുന്ന സാധനം അവർ മിസ്യൂസ് ചെയ്യുകയാണ്, ഡാറ്റ മിസ്യൂസാണ്. നിയമപരമായിട്ട് അത് പറ്റത്തില്ല. കാരണം നമുക്ക് ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമമുണ്ട്. നമ്മളുടെ ഡാറ്റ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കാനോ മറ്റ് ഏത് ആവശ്യത്തിന് പറഞ്ഞാൽ ആ ആവശ്യത്തിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവർക്ക് മിസ്യൂസ്, കാരണം ഇവർ പലപ്പോഴും ഇതെടുത്തിട്ട് തേർഡ് പാർട്ടിക്ക് കൊടുക്കുകയും ഇങ്ങനെ മറ്റ് ഷെയറിൽ ഫോട്ടോയിൽ ആൾക്കാർ ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് വേണം ഇത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ. അത് നേരത്തെ ചോദിച്ചാൽ NBFC ആണോ, ബാങ്കാണോ, രജിസ്റ്റേർഡ് ആണോ, ഇതിനൊരു ഇന്ത്യയിൽ ഒരു കമ്പനി ഉണ്ടോ, ഒരു ഓഫീസുണ്ടോ, ഒരു ഗ്രീവൻസ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് പരിഹാരം നൽകുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുണ്ടോ, ഇത്രയൊക്കെ പരിശോധിച്ചിട്ട് മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. പലപ്പോഴും ഈ OTPയും പേഴ്സണൽ കോൺടാക്റ്റും ഒക്കെ ഷെയർ ചെയ്യരുത് എന്നുള്ള മുന്നറിയിപ്പ് മെസ്സേജുകൾ വന്നാൽ പോലും നമ്മളതൊക്കെ അവഗണിച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. അത് മുതിർന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മനഃപൂർവ്വം നമ്മളങ്ങനെ ആ ഒരു ചതിക്കുഴിയിൽ വന്ന് പെട്ടുപോകുന്നതായിരിക്കും. അത് നമ്മൾ OTP ഷെയറിങ് ഒപ്പം തന്നെ നമ്മൾ ഈ SMS റീഡിംഗ് പെർമിഷൻ ഇതൊരിക്കലും കൊടുക്കാൻ പാടില്ല. ഓട്ടോ റീഡിംഗ് പെർമിഷൻ എന്നൊരു സംവിധാനമുണ്ട്. പലപ്പോഴും നമ്മൾ എളുപ്പത്തിന് വേണ്ടി പല ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കും, അതായത് ഞങ്ങൾ ഈ കൂട്ടം നിങ്ങളുടെ മെസ്സേജ് ഓട്ടോ റീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ തവണ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അത് നമുക്കൊരു ടെക്നിക്കലി അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എളുപ്പമാണ്, പക്ഷേ അത് അപകടമാണ്. ഈ ആപ്പ് ഒരു ഫേക്ക് ആപ്പോ അല്ല നമ്മുടെ ഡേറ്റ മറ്റൊരു ഈ ഫോൺ നമ്മളുടെ ഫോണിൻ്റെ ഒരു കോൺടാക്റ്റ് മറ്റൊരാളുടെ കിട്ടിയെന്ന് വെക്കുക. കോൺടാക്റ്റ് ഇൻ ദ സെൻസ് ഫോണ് ഇപ്പം AnyDesk, ടീം വ്യൂവർ പോലെയുള്ള ചില തേർഡ് പാർട്ടി ആപ്പുകളുണ്ട്. നമുക്ക് റിമോട്ടായിട്ട് മറ്റൊരാൾക്ക് നമ്മുടെ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോ റീഡിംഗ് പെർമിഷൻ കൊടുത്താൽ നമ്മുടെ ഒരു OTP വെച്ചിട്ടായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവർ നമ്മളറിയാതെ തന്നെ പൈസ പോകും. അപ്പോൾ ഒരിക്കലും ഓട്ടോ റീഡിംഗ് പെർമിഷന് ഈ SMSകൾക്കും OTPകൾക്കും കൊടുക്കാൻ പാടില്ല. OTP നമ്മൾ ഷെയർ ചെയ്യാനും പാടില്ല എന്നുള്ളതാണ്. ഈ സൈബർ തട്ടിപ്പുകൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ നമ്മൾ ഭീഷണിയെക്കുറിച്ചൊക്കെ തന്നെയും പറഞ്ഞു. ആളുകളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അവരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്യുകയും സെക്ഷൽ ഹറാസ്മെൻറ്റിന് വിധേയമാക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യാറുമുണ്ട്. അപ്പോൾ സാറ് സർവീസിലുണ്ടായിരുന്ന സമയത്ത് ഇത്തരം ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? അതിനെക്കുറിച്ച് വിശദമായി പറയും. ഇത് കേസുകൾ വർദ്ധിച്ചു വരികയാണ്. കാരണം പഴയ കാലത്തല്ല, നമ്മൾ ഡിജിറ്റൽ ലിറ്ററസി കൂടുന്നുണ്ട്, ഇൻ്റർനെറ്റ് പെനിട്രേഷൻ കൂടുന്നുണ്ട്. അപ്പോൾ ആ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ കൂടുന്നതും ഡിജിറ്റൽ ലിറ്ററസി കൂടുന്നതനുസരിച്ചിട്ട് സൈബർ ക്രൈംസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടി വരികയാണ്. അപ്പോൾ സൈബർ ക്രൈംസ് കൂടുന്നുണ്ടെന്നുള്ളത് പഴയ കാലത്തേക്കാൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം കൂടുതലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ റിപ്പോർട്ടിംഗ് ഓപ്ഷനും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകാം. കാരണം ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഭീഷണിക്ക് വഴങ്ങുമല്ല ചെയ്യേണ്ടത്. നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഓൺലൈൻ തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ cybercrime.gov.in എന്ന് പറയുന്ന ഒരു നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ തന്നെയുണ്ട്. NCRPയുടെ പോർട്ടലുണ്ട്. അതിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രത്യേകമുണ്ട്. സൈബർ ക്രൈംസിന് പ്രത്യേക പോർട്ടലുണ്ട്. പിന്നെ 1930 എന്ന് പറഞ്ഞ ഒരു നമ്പറുണ്ട്, ടോൾ ഫ്രീ നമ്പറാണ്.
അതിൽ വിളിച്ച് ഫിനാൻഷ്യൽ ഫ്രോഡുകൾ, അതായത് നമ്മുടെ പൈസ ഏതെങ്കിലും തരത്തിലേക്ക് തട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ അവേഴ്സിൽ വിതിൻ 1 hour മാക്സിമം 24 hours വിളിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ ഈ പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇത് രണ്ടും ചെയ്യാം. ഒപ്പം തന്നെ ലോക്കലായിട്ടുള്ള ആളുകൾക്ക് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ സൈബർ പോലീസ് സ്റ്റേഷനിലോ പോയിട്ട് നേരിട്ടും ഈ പരാതികൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു ഭീഷണി വന്നു അല്ലെന്നുണ്ടെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തിയാൽ അത് പേടിച്ചിട്ട് നമ്മളുടെ ഫോട്ടോ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയന്ന് നമ്മൾ പിന്മാറുകയോ പൈസ അതനുസരിച്ച് വ്യാജമായിട്ട് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വീണ്ടും ലോൺ എടുത്ത് കൊടുക്കുകയോ അല്ല ചെയ്യേണ്ടത്. ആരെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ അതൊരു പരിധിവരെ തട്ടിപ്പുകാർക്ക് വീണ്ടും നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതിന് വ്യവസ്ഥാപിത മാർക്കുകളിൽ കൂടെ മാത്രമേ അവർക്ക് തിരിച്ചു മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തിയോ നമ്മുടെ ഫോട്ടോ ഷെയർ ചെയ്യാൻ തീർച്ചയായും സൈബർ ക്രൈമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കമ്പനിക്കെതിരെ പരാതി കൊടുക്കാം, ഭീഷണിപ്പെടുത്തിയെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കാം. അപ്പോൾ ആ പരാതിയിലേക്ക് ആദ്യം മുതൽ തന്നെ പോവുകയാണ് എല്ലാവരും ചെയ്യേണ്ട. ആരും ഒരിക്കലും ഈ ഇത്തരത്തിൽ ഭീഷണിയെ വഴങ്ങി ഈ ചതിക്കുഴിയിൽ ചെന്ന് വീഴാൻ പാടില്ല എന്നുള്ളതാണ്. ഡിജിറ്റൽ ലിറ്ററസിയെക്കുറിച്ച് സാറ് കുറച്ച് മുന്നേ പറഞ്ഞു. അപ്പോൾ ഇതിൽ ആളുകൾ കൃത്യമായി ബോധവാന്മാരല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു സൂചനയാണല്ലേ ഇത്തരം കുറ്റകൃത്യങ്ങൾ എങ്ങനെ ആവർത്തിക്കുകയും വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത്? അത് തീർച്ചയായിട്ടും. കാരണം നമുക്കിപ്പം നമ്മൾ ഒരു പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 2 യുഗങ്ങളുണ്ട്. ഇപ്പം നമ്മളെല്ലാം ജെൻസി പരിപാടി, പുതിയ ജെൻസി കാലഘട്ടത്തിലെ ആളുകൾക്കൊക്കെ കുറച്ച് ലിറ്ററേറ്ററാണ്. അവർ മൊബൈൽ ഫോൺ കണ്ടു വളർന്നവരാണ്. പക്ഷേ അതിന് മുമ്പുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേജിലുള്ള ആളുകളുമുണ്ട്. ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന സൈബർ തട്ടിപ്പുകൾ, വലിയ തട്ടിപ്പുകളുണ്ടല്ലോ. ട്രേഡിങ്ങുകളിലൊക്കെ ഏറ്റവും കൂടുതൽ മുതിർന്ന പൗരന്മാരാണ്. കാരണം റിട്ടയർ ചെയ്ത് വരുന്ന മുഴുവൻ പൈസയും കൊണ്ട് പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്ത് ഡോക്ടർമാർ അങ്ങനെയുള്ള പ്രൊഫഷണൽസൊക്കെ പൈസ കൊണ്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഡിജിറ്റൽ ലിറ്ററസിയുടെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ പറയുന്നത് ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ പാർട്ടായിട്ട് സ്കൂൾ മുതൽ, അതൊരു LKG ലെവൽ മുതൽ തന്നെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഡിജിറ്റൽ ലിറ്ററസിയും കൂടെ കൊടുത്തു പോകണം. എന്താണ് നമ്മുടെ ആക്ച്വൽ ഡിജിറ്റൽ സൈബർ ക്രൈംസ് എന്താണ്, സൈബർ സെക്യൂരിറ്റി എന്താണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ സ്മാർട്ട് ഫോൺസൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഡൂസ് ആൻഡ് ഡോൺസും സെക്യൂരിറ്റി ഫീച്ചേഴ്സും അത്തരം കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ച് തന്നെ പോകണം. കാരണം ഒരു പുതിയ ജനറേഷനെ നമുക്ക് അങ്ങനെ വാർത്തെടുക്കാൻ പറ്റും. നിലവിലുള്ളവർക്ക് ഇപ്പോഴുള്ള ബോധവൽക്കരണം എല്ലാ ഏജൻസികളും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, ബാങ്കുകൾ ചെയ്യണം. മറ്റ് ഈ ഡിജിറ്റൽ ആപ്പുകളുമായിട്ട് വരുന്ന ഏത് കമ്പനിയാണോ അവരുടെ ഒരു ഉത്തരവാദിത്വമാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് ഒരു ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത്. ഡിജിറ്റൽ അറസ്റ്റ്, വെർച്വൽ അറസ്റ്റ് പോലെയുള്ള വാക്കുകൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആവർത്തിച്ച് അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡിജിറ്റൽ അറസ്റ്റിലേക്ക് നമ്മൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യമായി ചെയ്യുക? ആദ്യമേ മനസ്സിലാക്കേണ്ട ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു അറസ്റ്റ് ഇല്ല, അത് ഒരു തട്ടിപ്പാണ്. നമ്മുടെ നാട്ടിൽ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലീസ് നേരിട്ട് വന്നിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡിജിറ്റൽ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോൾ കട്ട് ചെയ്യും. കാരണം നമ്മളെ ഫോണിൽ നിർത്തിക്കൊണ്ടാണ് അവരുടെ ഏറ്റവും വലിയ ഭീഷണി. അപ്പോൾ ഇവർ പറയുന്നത് ഫോൺ നിങ്ങൾ കട്ട് ചെയ്യരുത്, ഫോൺ ആദ്യമേ കട്ട് ചെയ്യുക. അതായത് നമ്മുടെ ഒരു ഫോൺ കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളെ ലോകത്തിൽ ഒരു നിയമവും നമ്മളെ നിശിക്ഷിക്കാനൊന്നുമില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ ഫോൺ കട്ട് ചെയ്ത ശേഷം വന്ന നമ്പർ നോട്ട് ചെയ്യുക. അവർ മൾട്ടിപ്പിൾ നമ്പറിൽ നിന്ന് വിളിക്കും. ആ വന്ന നമ്പർ നോട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓൺലൈൻ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ ഒരിക്കലും അവരോട് ആർഗ്യൂ ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പലപ്പോഴും ചെയ്യുന്നത് അവർ നമ്മളുടെ ഡേറ്റകൾ, അതായത് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാർ ഡീറ്റെയിൽസ്, അപ്പം നമ്മളല്ലെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ശരി നിങ്ങളല്ലായിരിക്കാം, നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ ഡീറ്റെയിൽസും വെച്ച് മറ്റാരോ ചെയ്തതാണ്, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ ഓഫർ. അപ്പോഴും നമ്മളുടെ ഒരു പാനിക്കായിട്ട് അങ്ങനെയാണ് സഹായിക്കുന്നത്. അതായത് ചിലർ പറയും ഞാനത് ചെയ്തിട്ടില്ല, അപ്പോൾ അവർ പറയുന്നത് എന്താ ശരിയായിരിക്കാം. അപ്പോൾ ഉടനെ അടുത്ത ചോദ്യം, മാഡം അല്ലെ സാറ് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ആധാർ കാർഡ് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് കൊടുത്തിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ അവർ പറയാം എന്നാൽ നിങ്ങളെ മറ്റാരോ പറ്റിച്ചിരുന്നതാണ്, നിങ്ങളുടെ ആധാർ ഉപയോഗിച്ച് പറ്റിച്ചതാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേരിലാണ് ഈ കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്തത്. അപ്പം ഞങ്ങളുടെ സീനിയർ ഓഫീസറുമായിട്ട് ഞാൻ ഫോൺ കൊടുക്കാം, അവർ നിങ്ങളെ സഹായിക്കും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ. അല്ലെങ്കിൽ നിങ്ങൾ ബോംബെ വരേണ്ടി വരും, ഡൽഹി വരേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്നുണ്ടാ ഇനി അവിടെ പോകണ്ടല്ലോ. അപ്പോൾ അടുത്ത ആൾ പറയും മാഡം അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളല്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, പക്ഷേ എങ്കിലും അത് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ തട്ടിപ്പ് പൈസ ഒന്നും വന്നിട്ടില്ലെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നിങ്ങളുടെ നിലവിലുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് തരാൻ പറയും. അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് എത്ര പൈസ ഉണ്ടെന്ന് അറിയും. അപ്പോൾ പറയും ഈ കേസ് തീരുന്നിടം വരെ ഇത് കോടതി മോണിറ്റർ ചെയ്യുന്ന അക്കൗണ്ടിലേക്ക് തൽക്കാലം മാറ്റിയിട്ട് അത് കഴിയുമ്പോൾ ഞങ്ങൾ പൈസ അവർ കോടതി, സുപ്രീം കോടതി പറയുന്നു, ഹൈക്കോടതി പറയുന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റിയിട്ട് കൊടുക്കുന്നു. ഇതാണ് തട്ടിപ്പ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ആദ്യം ഡിജിറ്റൽ അറസ്റ്റ്, നിങ്ങളുടെ പേരിൽ കൊറിയർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ MDMA പിടിച്ചെന്ന് ഫോൺ കട്ട് ചെയ്തേക്കുക. നമ്മളിത് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ അവരുമായിട്ട് അറിയുന്നത്? പിന്നെ വരുന്ന കോളുകൾ നമ്പർ നോട്ട് ചെയ്തിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യുക, നമ്പർ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈബർ പോലീസ് കൊക്കൂൺ പോലെയുള്ള സൈബർ സെക്യൂരിറ്റി കോൺഫറൻസ് ഒക്കെ നടത്താറുണ്ട്, ഇതിൻ്റെ കൂടുതൽ സോഷ്യൽ അവയർനെസ്സിനൊക്കെ വേണ്ടിയിട്ട്. ഇതൊരു പരിധിവരെ ഇത്തരം തട്ടിപ്പുകൾ തടയുന്നതിന് സഹായകമാകുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും അതൊരു ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ആണ്. കാരണം
മാക്സിമം ആളുകളിലേക്ക് അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത്. സൈബർ സുരക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കൽ സുരക്ഷയായിട്ടാണ് എപ്പോഴും നമ്മൾ സുരക്ഷയെ കണക്ക് കൂട്ടുന്നത്. ഇപ്പം നമ്മളുടെ ഡിജിറ്റൽ സുരക്ഷ, ഇപ്പം നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങിയാൽ ആ ഉറങ്ങുന്ന ഒരാൾക്ക് വീടിൻ്റെ സുരക്ഷയുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇപ്പോൾ പലരും, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയും, ഇപ്പം പലരും ഇപ്പം ഈ പേസ് മേക്കറോ അതുപോലെയുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾ ശരീരത്തിൽ വെച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. ഈ ഇപ്പോഴത്തെ കാലത്ത് ഇതിനകത്ത് ഹാക്കേഴ്സിനെ ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മൾ വേറൊന്നും വേണ്ട, ആ ഒരു മാനുഫാക്ചറിങ്ങിനകത്ത് ഒരു ചെറിയ ഒരു മാൽവെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആളിൻ്റെ ലൈഫിനെ ത്രെട്ടൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ ലൈഫ് ത്രെട്ടണിങ് സിറ്റുവേഷൻ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു സൈബർ ഫിസിക്കൽ സുരക്ഷയുടെ ഭാഗത്തല്ല. സൈബർ സുരക്ഷ എന്ന് പറയുന്നത് ഇപ്പം പലപ്പോഴും നമ്മൾ ഈ നമ്മുടെ ഹെൽത്ത് ഡീറ്റെയിൽസ് എല്ലാം വാച്ചിലും അതുപോലെ തന്നെ മൊബൈലും ഒക്കെ സേവ്ഡ് ആണ്. അപ്പം പല ആളുകൾക്കും ഇതിനെപ്പറ്റി നമ്മുടെ ഒരു ഫോണിലൊരു ഹാക്കർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡീറ്റെയിൽസ് അറിയാം, അവർക്ക് വേണമെങ്കിൽ അതിനകത്തൊരു മാനിപ്പുലേഷൻ നടത്താം. മനസ്സിലായില്ലേ? പലതും നമ്മൾ ഇതിനകത്ത് അലാറം സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡോസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്കൊരു ലൈഫ് ത്രെട്ടണിങ് സിറ്റുവേഷൻ വരെ സൈബർ സുരക്ഷയിൽ നമുക്ക്, അതുകൊണ്ട് ഞാൻ സൈബർ സുരക്ഷയിൽ സൈബർ സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സൈബർ പെട്രോളിംഗ് ഉണ്ട്. അപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം പോലീസൊക്കെ സൈബർ പെട്രോളിംഗ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം. അതാണ് നെറ്റ് പെട്രോളിംഗ് അല്ലേ സൈബർ പെട്രോളിംഗ്. കാരണം നമ്മൾ ഈ ഫിസിക്കൽ മേഖലയിലുള്ളതിനേക്കാൾ കൂടുതൽ റോഡ് നിയമങ്ങളേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ അപകടങ്ങളും അപകീർത്തികളും ഈ ക്രൈമുകളും നടക്കുന്നത് ഇപ്പോൾ ഓൺലൈൻ ഇടങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള കാലങ്ങളിൽ എല്ലാ പോലീസിനും, കേരള പോലീസ് മാത്രമല്ല, നാഷണലായിട്ടും ഇൻ്റർനാഷണലായിട്ടും ഒരു സൈബർ പെട്രോളിംഗ് സംവിധാനം, നെറ്റ് പെട്രോളിംഗ് സംവിധാനം വേണം. ഓരോ പ്ലാറ്റ്ഫോം തന്നെ അവരുടെ ഒരു പെട്രോളിംഗ് ടീമിനെ വെക്കണം. ഒപ്പം പോലീസിൻ്റെ ഒരു പെട്രോളിങ്ങും ഇതിനിടയിൽ കൂടെ തന്നെ വേണം. എന്ന് വെച്ചാൽ അവിടെ വെച്ച് തന്നെ ഒരു സ്പോട്ട് ഇഷ്യൂ. കാരണം പലപ്പോഴും ഇപ്പം പല കാര്യങ്ങളും പല ക്രൈമും അവിടെ വെച്ച് ചിലപ്പം തീർന്ന് അവിടുത്തെ എവിഡൻസ് കളഞ്ഞു പോവുകയാണ്. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ പിടിച്ച് എടുത്തെങ്കിൽ മാത്രമേ പലപ്പോഴും കിട്ടുള്ളൂ പകരം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ സൈബർ പെട്രോളിങ് ഇപ്പോൾ കേരള പോലീസൊക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള സൈബർ പെട്രോൾ എന്ന് പറഞ്ഞ ആശയം തീർച്ചയായിട്ടും ശക്തമാക്കി മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടമാണ്. ഈ വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അപ്പോൾ ഇതിന് തടയിടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അത് തീർച്ചയായിട്ടും അവയർനെസ് മാത്രമേ അതിന് ബോധമുള്ളൂ. വ്യാജ ട്രേഡിംഗ് ആപ്പ് എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇന്ന് പൈസ പൊയ്ക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പിൻ്റെ ഒരു പ്രധാന മേഖല വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അവർ പറയുന്ന ഓഫറുകൾ എന്ന് പറഞ്ഞ് വലിയ ഓഫറുകളായിരിക്കും. ഈ സെബിയുടെ ഉദ്യോഗസ്ഥരെന്നോ അല്ലെ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥരെന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ കൂടെ വന്നിട്ട് സംസാരിക്കും. RBI എന്ന് പറഞ്ഞിട്ട് വന്ന് അവരുടെ ഷോർട്ട് വീഡിയോസൊക്കെ കാണിച്ചിട്ട്, ഈവൻ നമ്മൾ തന്നെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഫിനാൻസ് മിനിസ്റ്ററുടെ സംസാരിക്കുന്നത് വെച്ചിട്ട്, സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്ററുടെ പടം വെച്ചിട്ട് ചില ആപ്പുകൾ ഇറക്കിയിട്ടുണ്ട്. വ്യാജമാണത്. അപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര കോടിയായിട്ട് റിട്ടേൺ കിട്ടുമെന്ന് പറയുന്നു. അപ്പം അങ്ങനെയുള്ള തരത്തിലുള്ള വ്യാജമായിട്ട് ഉള്ള ആപ്പുകൾ വെച്ചിട്ടാണ് പലരും അതിൽ ചെന്ന് പെടുന്നത്. അപ്പോൾ ഇതിൽ അവയർനെസ് നമ്മൾ ആദ്യം വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു കോമൺ സെൻസോട് ഉപയോഗിക്കണം. നമുക്കൊരു ബാങ്കിൽ കൊണ്ടൊരു പൈസ ഇട്ടാൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് നമുക്കൊരു പൈസ ഇട്ടാൽ ഒരു 10%, 12% കൂടുതൽ നമുക്കൊരു റിട്ടേൺ കിട്ടുന്ന ഒരു ഓഫർ വന്നാൽ സംശയിക്കണം. ഒരു 12% കൂടുതൽ ഒരു ഇൻകം നമുക്ക് കൊടുക്കുന്ന ഡെപ്പോസിറ്റിന് കിട്ടിയാൽ അതിനകത്ത് എന്താണ് എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഒരു 30% തരാം, 40% തരാം, 50% തരാം, ഇരട്ടിക്കാം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത് ബാക്കിയുള്ളവർ മണ്ടന്മാരാണോ, ഇവരെല്ലാം അങ്ങനെയാണ്, പിന്നെ ഈ പൈസ കൊണ്ട് ഇട്ടാൽ പോരെ. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു തട്ടിപ്പുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് പേർക്ക് ഇത് പൈസ കൊടുക്കും, ചെറിയ എമൗണ്ടിന് കൊടുക്കും. അത് ഇവർ ചെറിയ നമ്മൾ ഈ മീനിനെ പിടിക്കുന്ന പോലെ, ഇരയിട്ട് പിടിക്കുന്ന പോലെയാണ്. ഇപ്പം 1000 കൊടുക്കുമ്പോൾ 2000 കിട്ടും, 2000-ന് 4000 കിട്ടും, 10000-ന് 20,000 കിട്ടും, 1 ലക്ഷം വരെ കിട്ടും. അപ്പം പിന്നെ ആരും അങ്ങോട്ട് എടുക്കത്തില്ല. ഇടാതെ അവർ വെറുതെ 10 ലക്ഷം ഇട്ടു, 20 ലക്ഷം ഇട്ടു. അങ്ങനെ ഇടുമ്പോൾ നമ്മുടെ ഇവർ കാണിക്കുന്ന പ്ലാറ്റ്ഫോംസിൽ ഇവർ പല ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പുകൾക്കകത്ത് ഈ പൈസ വർദ്ധിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ റിയൽ ടൈമിൽ നമ്മൾ പോയി വിഡ്രോ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് അവർ അങ്ങോട്ട് വീണ്ടും നമ്മൾ കയ്യിൽ നിന്ന് വീണ്ടും പൈസ മേടിക്കും. 30% ടാക്സ്, പിന്നെ അതിൻ്റെ കൺവേർഷൻ ഫീ എന്നെല്ലാം പറയുന്നു. അപ്പോൾ ഇത് ഒരിക്കലും ഈ ട്രേഡിംഗ് ആപ്പുകൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്മളുടെ അംഗീകൃത സെബി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലോ ബാങ്ക് പ്ലാറ്റ്ഫോമുകളിൽ നിന്നല്ലാതെ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ പോകാൻ പാടുള്ളതല്ല. അത് തട്ടിപ്പുകളിലേക്ക് നമ്മൾ ചെന്നുപെടും. അതിന് അവയർനെസ് മാക്സിമം കൊടുക്കണം. അത് മീഡിയ വഴിയാണെന്നുണ്ടെങ്കിൽ പോലീസ് വഴിയാണെങ്കിലും, ഒപ്പം തന്നെ എല്ലാ ഏജൻസികളും ഇത് ഒരു മാക്സിമം അവയർനെസ് എത്തിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പരിപാടി. ഓപ്പറേഷൻ പി ഹണ്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇപ്പോഴും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത്. നമുക്ക് ഇതുകൂടി ഒരു പ്രധാനപ്പെട്ട ലൈംലൈറ്റിലൊരു വിഷയമായി തന്നെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ളൊരു സ്ട്രിക്റ്റ് ആക്ഷൻ എൻഫോഴ്സ്മെൻറ്റ് അത് കൂടുതൽ കർശനമാക്കേണ്ട ഒരു, കാരണം ഇത് നമുക്ക് ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ച് ഓൺലൈൻ ഇടങ്ങളിൽ കുട്ടികളെ ഗ്രൂം ചെയ്യുകയും അബ്യൂസ് ചെയ്യുക എന്നൊക്കെ പറയാം.
ഇപ്പം സീസാം പോലെയുള്ള മെറ്റീരിയൽ, ചൈൽഡ് സെക്ഷലി അബ്യൂസീവ് മെറ്റീരിയൽസിൻ്റെ ഷെയറിങ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ വ്യൂ ചെയ്യുന്നത്, ഇതൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ IT ആക്ട് പ്രകാരം ഒരു ഒഫൻസാണ്. അപ്പോൾ 5 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്നൊരു ഒഫൻസും കൂടിയാണ്. പക്ഷേ പലപ്പോഴും ഇതറിയാതെ പലരും ചെയ്യുന്നുണ്ട്, അറിഞ്ഞും ചെയ്യുന്നവരുണ്ട്. കേരളത്തിൽ ഈ പീഹണ്ട് പോലെയുള്ള ഓപ്പറേഷൻസ് കണ്ടിട്ടുണ്ടോ? ഇത് ശരിക്കും ഒരു നാഷണൽ ഡാറ്റാബേസ് വഴി നമുക്ക് കിട്ടുന്നൊരു ഡേറ്റയാണ്. ഇപ്പം ഞാൻ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ ഏജൻസി, ഇൻ്റർനാഷണൽ NGO ആണ്. അതിൻ്റെ ഒരു മദർ കമ്പനിയോ അല്ലെങ്കിൽ മറ്റൊരു സിസ്റ്റർ കമ്പനിയാണ് NCMEC എന്ന് പറഞ്ഞ നാഷണൽ സെൻറ്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ. ആ NCMEC ആണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ജയൻസുകളായിട്ടുള്ള എല്ലാ കമ്പനികളിൽ നിന്നും ഇത്തരത്തിൽ സ്ഥിരമായിട്ട് ഡാറ്റ ഉപയോഗിക്കുന്നവരുടെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് IP അഡ്രസ്സ്, അവരുടെ ഡിവൈസ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ഈ പറഞ്ഞ കമ്പനി NCMECന് കൊടുക്കുകയും ആ NCMEC അവിടുന്ന് അതാത് രാജ്യത്തിൻ്റെ IP നോക്കിയിട്ട് ആ രാജ്യങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇത്തരം ഡാറ്റ ഷെയർ ചെയ്യുമ്പം I4C എന്ന് പറയുന്ന ഇന്ത്യൻ സൈബർ കോർഡിനേഷൻ സെൻറ്റർ ഇത് വാങ്ങി അതാത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നു. ആ സംസ്ഥാനങ്ങൾ അത് കിട്ടുമ്പം അതിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഈ സൈബർ സെൻറ്ററുകളുടെ സൈബർ ഓപ്പറേഷൻസിൻ്റെ കീഴിലുള്ള പോലീസിനെയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് പീഹണ്ട് പോലെയുള്ള ഓപ്പറേഷൻ നടത്തി അറ്റ് എ ടൈമിൽ ഇതുപോലെയുള്ള ഒരു ഓപ്പറേഷൻ നടത്തി ആളുകളെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഇൻ്റർനാഷണലി ഇത് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഇത് പിടിക്കപ്പെട്ടാൽ ഒരു വലിയ കുറ്റമാണ് എന്നും കൂടെ മനസ്സിലാക്കണം. പക്ഷേ ഇവിടെയും നമ്മൾ കുട്ടികൾക്ക് കുറച്ച് അവയർനെസ് കൊടുക്കണം. ഈ ഗ്രൂമിങ് ആയിട്ട് വരുന്ന ആളുകളുണ്ട്, കുട്ടികളുടെ വേഷത്തിൽ വരുന്ന മുതിർന്നവർ പലപ്പോഴും അവരെ ഗ്രൂം ചെയ്തുകൊണ്ട് ഓൺലൈൻ ഇടങ്ങളിൽ അവരെ പല പ്രലോഭനങ്ങൾ വരുത്തിയായിരിക്കും ഇത്തരത്തിലുള്ള ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോസ് വീഡിയോസ് കുട്ടികൾ ഇത് ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് മാതാപിതാക്കളും ഒപ്പം തന്നെ സ്കൂളിലെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു അവബോധം നൽകുകയും ഒപ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വേണ്ടത്. നമ്മുടെ ഫോണുകളും സ്മാർട്ട് ഡിവൈസസും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അത് ഹാക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ മുൻകരുതൽ എന്നോണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളുടെ സ്മാർട്ട് ഡിവൈസുകൾ, ഇപ്പം മൊബൈൽ ഫോണാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഡിവൈസുകൾ. ഒപ്പം തന്നെ വീടുകളിലൊക്കെ സ്മാർട്ട് TV കളും അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചുകൾ, ഇപ്പം നമ്മളുടെ മിക്കവാറും എല്ലാം IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഏത് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏത് ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ബിൽട്ടിൻ ആയിട്ടുള്ള കുറച്ച് ഡിഫോൾട്ടായിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ടാവും. ആ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നമ്മൾ എനേബിൾ ചെയ്തിടുക. അപ്പം തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കൃത്യമായിട്ട് നടത്തുക. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറുകൾ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യത്തില്ല. പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ നമ്മൾ ആ റെഗുലറായിട്ട് എന്തുകൊണ്ടാണ് ഈ കമ്പനികൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത്? അതിനകത്തൊരു പാച്ച് ഒരു ബ്രേക്ക് കണ്ടുപിടിച്ചു, ഒരു ബ്രേക്ക് വന്നതുകൊണ്ടാണ് ഈ അപ്ഡേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ ആ ബ്രേക്ക് വഴി ആളുകൾക്ക് ഹാക്കർമാർക്ക് കയറാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ജെന്യുവൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക ഒന്നാമത്തെ കാര്യം. പലപ്പോഴും നമ്മൾ ക്രാക്ഡ് വെർഷനിൽ ജെന്യുവൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക, ഒപ്പം തന്നെ ആൻറ്റി സ്പൈവെയർ, അതുപോലെ തന്നെ വൈറസ് സോഫ്റ്റ്വെയർസുകൾ, ഇതൊക്കെ നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ളത് വാങ്ങി അതും അപ്ഡേറ്റ് ചെയ്യണം. ഒരു ആൻറ്റിവൈറസ് നമ്മൾ വാങ്ങിയിട്ടിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പല വിൻഡോസ് ഡിഫൻഡർ പോലെയുള്ള ചില ഡിഫോൾട്ടായിട്ട് വരുന്ന വിൻഡോസിൻ്റെ കൂടെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ എനേബിൾ ചെയ്തിടുക. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ആപ്ലിക്കേഷനുകളും നൽകുന്ന പ്രൈവസി ഫീച്ചേഴ്സ് ഉണ്ട്, സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ തന്നെ എനേബിൾ ചെയ്യുക, ഡിവൈസിൻ്റെ സെക്യൂരിറ്റി ഇടുക. അപ്പം പിന്നെ കൂടാതെ തേർഡ് പാർട്ടി ആപ്പുകൾ ഇൻസ്റ്റാളേഷനിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഏത് ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എന്ത് പെർമിഷനാണ് കൊടുക്കുന്നത് എന്ന് നോക്കി മാത്രം ചെയ്യുക. കൃത്യമായിട്ട് പിന്നെ പീരിയോഡിക്കലായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ നോക്കുക. ഏതെങ്കിലും അൺഇൻസ്റ്റാൾഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്പുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ അപ്പം തന്നെ പർട്ടിക്കുലർലി കുറച്ച് ആപ്പുകൾ മാത്രം കൂടുതൽ ശ്രദ്ധ നൽകുകയും ബാക്കിയുള്ള ആപ്പുകൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്പ് ഉണ്ടെങ്കിൽ നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്യുക. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാം, അത് മതി. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പം നമ്മൾ പലരും 2 ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതിന് എൻ്റെ ഒരു അഡ്വൈസ് ഉള്ളത് ബാങ്കിങ് ഫീച്ചേഴ്സ്, ഫിനാൻസ് ഫീച്ചേഴ്സ് അതൊക്കെ മാത്രമായിട്ട് ഒരു ഫോണിലിടുക. ഇപ്പോൾ ഗെയിംസ് കളിക്കാനോ അല്ലെങ്കിൽ സാധാരണ ആപ്പുകൾക്ക് വേണ്ടിയിട്ട് മറ്റൊന്നാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ഫിനാൻഷ്യൽ സാധനങ്ങളൊന്നും പോകാതിരിക്കും. ഇത് മിക്കവാറും ഇതെല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലബ്ഡ് ആയിരിക്കും. പിന്നെ പാസ്വേഡുകൾ സുരക്ഷിതമാക്കുക. ഇപ്പം പലപ്പോഴും നമ്മുടെ ഗസ്സിങ് പാസ്വേഡുകൾ വെക്കും, പാസ്വേഡ് സേവ് ചെയ്ത് വെക്കും ഡിവൈസിൽ. അതും അപകടമാണ്. പാസ്വേഡ് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസർ സേവിങ്സ് നമ്മൾ അടുത്ത തവണ ലോഗിൻ ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ സേവ് ചെയ്തു. അത് സേവ് ചെയ്ത് വെച്ചാലുള്ള പ്രശ്നം ഏതെങ്കിലും തരത്തിലൊരു ഹാക്കർ അത് കയറി കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ അവർക്ക് പാസ്വേഡ് നമ്മളെപ്പോഴും ഒന്നെങ്കിൽ പാസ്വേഡ് മാനേജേഴ്സ് ഉണ്ട്. ഇപ്പോൾ പുതിയ ഫോണിലും പുതിയ ഇൻസ്റ്റലേഷനും വരുന്നതൊക്കെ പാസ്വേഡ് മാനേജേഴ്സ് ഉണ്ട്. എൻക്രിപ്റ്റ് ചെയ്തിട്ട് പാസ്വേഡുകൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു പാസ്വേഡ് ഓർത്തിരുന്നാൽ മതി, പാസ്വേഡ് മാനേജറുടെ പാസ്വേഡ് മാത്രം, ബാക്കിയുള്ളത് അത് എൻക്രിപ്റ്റ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ളത് ഉപയോഗിക്കാം. അല്ലാതെ നമ്മൾ
പാസ്വേഡ് വെറുതെ നോട്ട് പാഡിലോ അല്ലെങ്കിൽ വെറുതെ സേവ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ബ്രൗസറിൽ സേവ് പുതിയ ചെയ്യുന്ന ഫോണുകളിലൊക്കെ അപകടമാണ്. ആയിരിക്കും സർ അത്. പുതിയ ഉപയോഗങ്ങൾക്ക് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്ക് പാസ്വേഡ് മാനേജർ ഫീച്ചേഴ്സ് ഉണ്ട്. അത് സെക്യൂർഡായിട്ട് ഉപയോഗിക്കുക. അത് ഡിഫറൻറ്റ് അക്കൗണ്ടിന് ഡിഫറൻറ്റ് പാസ്വേഡ്സ് ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്രയധികം കാര്യങ്ങൾ Okay. സി മലയാളം Thank ന്യൂസുമായി you. സംസാരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.